ഇപ്പോൾ മണ്ണ് ഗവേഷകനായ പി യു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീ പി യു ദാസ്, ഈ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്ന വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴത്തെ കോഴിക്കോടും ഉണ്ടായി എന്ന് പറയുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇതിന് ഉള്ള സാധ്യതകൾ അതെന്തൊക്കെയായിരിക്കും? ഒന്ന്, ഇതിനകത്ത് സീസ്മിക് എഫക്ട്, അതായത് ഭൂകമ്പം എന്നുള്ളൊരു ആദ്യം പറഞ്ഞെങ്കിലും അതിനുള്ള സാധ്യത ചരിത്രപരമായിട്ട് തന്നെ വയനാടിന് വളരെ കുറവാണ്. അത്തരത്തിലൊരു സംഭവം ഇതുവരെ വയനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രകമ്പനം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത ഒന്ന് പരിശോധിച്ചു. ഒന്ന്, ഇടയ്ക്കൽ ഗുഹയോട് ചേർന്ന് കിടക്കുന്ന ഇടയ്ക്കൽ ഗുഹ ഉൾപ്പെടുന്ന അമ്പുകുത്തി കുന്നാണ്. അമ്പുകുത്തി കിഴക്കൻ ചെരുവിലാണ് ഈ പ്രകമ്പനം കേട്ടതായിട്ട് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഈ കിഴക്കൻ ചെരുവിന്റെ ഒരു പ്രത്യേകത 2019 അവിടെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്രാക്ക് ഡെവലപ്പ് ചെയ്തതെന്ന് മാത്രമല്ല, അതിനകത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടിയിലൂടെയുള്ള പൈപ്പിങ്ങിന്റെ സാധ്യത വളരെ കൂടുകയാണ്. ആ പൈപ്പിംഗ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അകത്തൊരു കേവ് പോലെ രൂപപ്പെടാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും. ഇങ്ങനെ കേവുകളോ വലിയ പൈപ്പുകളോ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓവർ ബട്ടൺ, അതായത് മേൽഭാഗത്ത് നിൽക്കുന്ന പാറയോ മണ്ണോ ഒരു ദുർബല സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ട് താഴേക്ക് പതിക്കും. ഈ പറയുന്ന പൈപ്പിനകത്തേക്ക് പതിക്കും. അതിന്റെ ഒരു പ്രകമ്പനവും ശബ്ദവും ഭയങ്കര എക്കോയും കൂടി ആ പ്രദേശം മുഴുവൻ മുഴങ്ങാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതായിരിക്കാണ് അവിടെ കേട്ടിട്ടുണ്ടായിരിക്കുക. അതിന്റെ ആ പ്രകമ്പനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ജനൽ ചില്ലുകൾ വിറച്ചു എന്നും അല്ലെങ്കിൽ ഗ്ലാസുകൾ വിറച്ചു, ഷീറ്റ് വിറച്ചു എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, നല്ലൊരു വാഹനം മുറ്റത്തൂടെ പോകുമ്പോൾ തൊട്ടടുത്ത റോഡിലൂടെ പോയാൽ തന്നെ ചിലപ്പോൾ പ്രകമ്പനം നമുക്ക് അനുഭവപ്പെടാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് സുഗന്ധഗിരിയിലും കുറിച്ചർമലയോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ. സുഗന്ധഗിരിയിൽ നേരത്തെ 2020 ക്രാക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ആ ക്രാക്കിനോട് താഴ്ന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള പൈപ്പിന്റെ സാധ്യത. ഈ പൈപ്പിലേക്കുള്ള ഓവർബട്ടന്റെ സബ്സിഡൻസ് ആണ് താഴേക്ക് ഇരിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കാം ഇത്തരം ഒരു ശബ്ദത്തിനിടയാക്കിയത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ സംഭവം നടന്ന പ്രദേശം, ഇങ്ങനെ ഒരു വലിയ ഹോള് പോലെ രൂപപ്പെട്ട പ്രദേശം നമുക്ക് നേരിട്ട് ഭൗമോപരിതലത്തിൽ കാണാൻ കഴിയുന്നതാണോ? പിന്നീട് കാണാൻ പറ്റും. അതായത് അതിന്റെ ഉദാഹരണമാണ് 2019 വയനാട് തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരിക്ക് അടുത്ത പ്ലാമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടു. ആ പ്ലാമൂലയിൽ ഇതുപോലെ സബ്സൈഡ് ചെയ്ത ഒരു പ്രദേശവും ഒരു കുന്നിന്റെ 4/3 ഭാഗവും സബ്സൈഡ് ചെയ്ത് 7 മീറ്റർ താഴേക്ക് ഇരുന്നു പോയി എന്നുള്ളതാണ്. മൂവ് ചെയ്ത് തൊട്ടടുത്തുള്ള വയലുകളിലേക്ക് നീക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് വീടുകളൊക്കെ 2ആയി പിളർന്നിട്ടാണ് താഴേക്ക് പോയത്. കേരളത്തിൽ അത്തരം ഒരു പ്രതിഭാസം വളരെ അപൂർവമായിട്ട് കാണുന്നതായിരുന്നു എന്നുള്ളതാണ്. ഇത് സാധാരണ ഇത്തരം സബ്സിഡൻസ് സംഭവിക്കുന്നത് ഒരു കുന്നിന്റെ ഒരു ചരിവിൽ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. ഓവൽ എന്ന് പറഞ്ഞാൽ ഒരു മഴവിൽ ആകൃതിയിലായിരിക്കും സംഭവിക്കുക. അത്തരം ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന് തൊട്ടു താഴെയുള്ള ജലാശയത്തിലേക്കോ വയലിലേക്കോ പാടിയിലേക്കോ ചതുപ്പിലേക്കോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ എല്ലാം തന്നെ. ഇപ്പോ സുഗന്ധഗിരിയിലായാലും പൊഴുതനയായാലും ഈ പറഞ്ഞ അമ്പൂത്തിയിലായാലും അത് ഇടിഞ്ഞ് താഴേക്ക് വരാനുള്ള താഴെ ഭാഗത്ത് വയലോ ജലാശയമോ എന്തെങ്കിലും നീർച്ചാലുകളോ എന്തെല്ലാം ജലസാന്നിധ്യമുണ്ട്. അത്തരത്തിലേക്കുള്ള സ്ഥലത്തേക്കാണ് ഇത്തരം മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായിട്ടും വലിയ പൈപ്പിംഗ് മാർഗം. നമുക്കറിയാം, കിണറുകൾ വ്യാപകമായിട്ട് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു, കെട്ടിടങ്ങൾ ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഈ പൈപ്പിങ്ങിന്റെ ആ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് ഇതൊക്കെ. അപ്പൊ ഇത് വയനാട് അതുകൊണ്ടാണ് അതീവ ദുർബലമാണെന്ന് നമ്മൾ പറയുന്നത്. വയനാടിന്റെ ഏറ്റവും വളനറബിളായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കൂടരഞ്ഞി എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണെങ്കിലും അത് നമ്മുടെ ചൂരൽമലയിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ആ മലയുടെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരിവ് ചൂരൽമലയും പടിഞ്ഞാറൻ ചെരിവ് കൂടരഞ്ഞി പ്രദേശവുമാണ്. അപ്പൊ ഇവിടെ അതിന്റെ ലൈൻ ഓഫ് കോയിൻസിഡൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഇത്തരം ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള അതിവർഷം, അതിതീവ്രമായിട്ടുള്ള മഴ, ഷോർട്ട് ഡ്യൂറേഷനകത്ത് പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയൊക്കെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ശബ്ദം ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വളരെ അടിയന്തരമായിട്ട് ഇവോക്കേഷൻ നടത്തണം. അതേസമയത്ത് ഒരു വട്ടം കേട്ടു എന്ന് കരുതിക്കൊണ്ട് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ശരി, വളരെ നന്ദി പി യു ദാസ് ഒപ്പം ചേർന്നതിന്. അദ്ദേഹം മണ്ണ് ഗവേഷകനാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്. ഒരു ഭൂമിയിൽ വലിയ വിള്ളൽ രൂപപ്പെട്ട് ഒരു പൈപ്പിംഗ് ഉണ്ടായി, അതുവഴി ധാരാളമായി ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഒരു പ്രദേശമാകെ ഒരു ഗുഹ പോലെ രൂപപ്പെട്ട് അതിനുള്ളിൽ വലിയ പ്രകമ്പനത്തോടുകൂടി പാറയോ മറ്റോ താഴേക്ക് ഇരുന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഇതുണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. അത് വളരെ വിലപ്പെട്ട ഒരു വിവരവുമാണ്.